അമല വിത്ത് കുലസ്ത്രീ, ഞാൻ പ്രേമത്തിൻ മുനമ്പിൽ ഇതുവരെ എഴുതാത്തൊരു കൃതി നീ. കൃതി എന്ന് പറഞ്ഞ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ കമന്റ് ചെയ്യും. അപ്പൊ നമുക്ക് തൽക്കാലം ഈ കുലസ്ത്രീനെ ഇങ്ങോട്ട് മാറ്റി വെക്കാം. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പഠിച്ചു വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗിറ്റ് ആൻഡ് ഗിറ്റബ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് റെപ്പോസിറ്ററി, ഹൗ ടു ക്രിയേറ്റ് വൺ യൂസിങ് ഗിറ്റബ്. അപ്പൊ വീഡിയോ കംപ്ലീറ്റ് കാണുക. ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ചാനൽ വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇൻട്രൊഡക്ഷൻ അധികം വലിച്ചു നീട്ടാതെ വീഡിയോയിലേക്ക് പോകാം. ഒരു റെപ്പോസിറ്ററി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക, നിങ്ങളുടെ സോഴ്സ് കോഡ് സൂക്ഷിക്കുന്ന ഒരു സ്ഥലം. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ സോഴ്സ് കോഡ് സിപ്പ് ഫയൽ ആക്കിയിട്ട് ഗൂഗിൾ ഡ്രൈവിലും സ്റ്റോർ ചെയ്യാൻ പറ്റില്ലേ? അപ്പോൾ അത് റെപ്പോസിറ്ററി ആണോ? അങ്ങനെയല്ല. ഗിറ്റ് പോലത്തെ വേർഷൻ കൺട്രോൾ സിസ്റ്റം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കോഡ് ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് റെപ്പോസിറ്ററി. നിങ്ങളിപ്പോൾ വീട്ടിൽ സാധനങ്ങളൊക്കെ വാങ്ങിയാൽ നമ്മൾ സ്റ്റോർ റൂമിൽ കൊണ്ടുപോയി വെക്കില്ലേ? അതേപോലെ വിചാരിച്ചാൽ മതി. ഓക്കെ, അതാണ് റെപ്പോസിറ്ററി. ഇനി എന്തിനാണ് റെപ്പോസിറ്ററി? റെപ്പോസിറ്ററി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ടീംസിൽ മൾട്ടിപ്പിൾ ടീംസ് ഒക്കെ നമുക്കുണ്ടെങ്കിൽ ഒരുമിച്ച് നമുക്ക് കൊളാബറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാം, ബ്രാഞ്ചസ് ക്രിയേറ്റ് ചെയ്യാം. ഒരാൾ ചെയ്ത് വെച്ച സാധനങ്ങൾ വേറൊരാൾക്ക് പുള്ളെടുത്തിട്ട് അത് അവരുടെ ടാസ്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ റെപ്പോസിറ്ററി കൊണ്ട് ഗുണങ്ങളുണ്ട്. അപ്പം ഈ പുഷും പുള്ളും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അപ്കമിങ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. ഇപ്പം നമ്മൾ ഇത്ര ഒരു എന്താ പറയുക ഹൈ ലെവൽ വ്യൂ മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ, ഗിറ്റില് രണ്ട് റെപ്പോസിറ്ററീസ് ആണ് ഉള്ളത്. രണ്ട് റെപ്പോസിറ്ററീസ് എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്സ് ഓഫ് റെപ്പോസിറ്ററി ആണ് ഗിറ്റിലുള്ളത്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഗിറ്റ് ഈസ് എ ഡിസ്ട്രിബ്യൂട്ടഡ് വേർഷൻ കൺട്രോൾ സിസ്റ്റം. ഇനി എന്താണ് ഈ ഡിസ്ട്രിബ്യൂഷൻ വേർഷൻ കൺട്രോൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ഹിസ്റ്ററിയിലേക്ക് പോകണം. ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ നിങ്ങൾ അധികം ഉറക്കാതെ ഞാൻ ചെറിയൊരു ഹിസ്റ്ററി പറഞ്ഞുതരാം. അതിങ്ങനെ ചിന്തിക്കുക, നിങ്ങൾക്കൊരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ജോബ് കിട്ടി, നിങ്ങളൊരു കമ്പനിയിൽ ജോയിൻ ചെയ്തു. ആ ടൈം ഗിറ്റ് ഇല്ല. അപ്പോൾ ആ ടൈമിൽ നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന എന്താ പറയുക സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു സെൻട്രലൈസ്ഡ് സെൻട്രലൈസ്ഡ് സെർവറാണ്. ഓക്കെ, നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളിപ്പം ഒരു ടാസ്ക് നിങ്ങൾക്ക് തന്നു, ആ കാര്യങ്ങളെ കോഡ് എഴുതിയിട്ട് നിങ്ങൾ സേവ് ചെയ്യും. ആ സേവ് ചെയ്ത സാധനം പോയിട്ട് ആ സെൻട്രലൈസ്ഡ് സെർവറിലേക്ക് സ്റ്റോർ ചെയ്യും. അതേപോലെ നിങ്ങളുടെ കമ്പനിയിൽ ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ അവർ ചെയ്ത ടാസ്കും കാര്യങ്ങളൊക്കെ അതിൽ സേവ് ചെയ്യും നിങ്ങളുടെ സെൻട്രലൈസ്ഡ് സെർവറിൽ. അപ്പോൾ ഈ ഒരു ഫ്ലോ എന്ന് പറഞ്ഞാൽ അത് സെൻട്രലൈസ്ഡ് വേർഷൻ കൺട്രോൾ സിസ്റ്റം ആയിരുന്നു. ഓക്കെ, അപ്പോൾ അതിന്റെ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇപ്പം ആ സെർവർ അടിച്ചു പോയി ഗൈസ് എന്നുള്ള സിറ്റുവേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഡാറ്റ എല്ലാം ലോസ് ആവും, നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. അത് മാത്രമല്ല, നിങ്ങളുടെ ലാപ്ടോപ്പിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ പി സിയിലുള്ള വർക്ക് അത് സെർവറായിട്ട് സിങ്ക് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു ബി ഓൾവേസ് ഇൻ എന്താ പറയുക ഇന്റർനെറ്റ് കണക്ഷൻ അവിടെ വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഇക്കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ലിനക്സിന്റെ ഫൗണ്ടർ ഗിറ്റ് എന്ന് പറഞ്ഞ ഈ ടൂള് ഇറക്കിയത്. അപ്പോൾ അത് ഡിസ്ട്രിബ്യൂട്ട് സിസ്റ്റമാണ്. അതായത് ആരൊക്കെ ഗിറ്റ് യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആരാണോ ആ റെപ്പോസിറ്ററിന്റെ എന്താ പറയുക ആക്സസ് ഉള്ളത്, അപ്പോൾ ആരാണോ ആ പർട്ടിക്കുലർ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്നത്. ഇവിടെ വേറെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരു പ്രൊജക്റ്റിന് ഒരു റെപ്പോസിറ്ററി ഈ ഒരു രീതിയിലാണ് നമ്മൾ എല്ലാ ടൈമും റെപ്പോസിറ്ററീസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പം ഏതൊക്കെ ഡെവലപ്പേഴ്സ് ആ പർട്ടിക്കുലർ റെപ്പോസിറ്ററി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ അവരുടെ എല്ലാ പി സിയിലും അതിന്റെ ഫുൾ കോപ്പി അവരുടെ ലോക്കൽ പി സിയിൽ ഉണ്ടാവും. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന ഗുണം എന്ന് വെച്ചാൽ അവർക്ക് ഇന്റർനെറ്റ് ഇല്ലാതെ കാര്യങ്ങളൊക്കെ ലോക്കലി വർക്ക് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ സേവ് ചെയ്ത് എല്ലാം ഓക്കെ ആണെന്ന് തോന്നിയതിന് ശേഷം മാത്രം അവർക്ക് ആ കോഡ് എടുത്തിട്ട് ഗിറ്റബിലേക്ക് അല്ലെങ്കിൽ റെപ്പോസിറ്ററിയിലേക്ക് പുഷ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്താണ് ഗിറ്റ് പുഷ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിലാണ് പറയുന്നത്. അപ്പം അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം ഈ ഒരു എൻവിറോൺമെന്റ് ഇങ്ങനെ എന്താ പറയുക പല ആൾക്കാർക്കും പല സ്ഥലത്തു നിന്നും വർക്ക് ചെയ്ത് ഒരു സ്ഥലത്തേക്ക് ആ കോഡ് എത്തിക്കുക, ആ കോഡിന്റെ ഒക്കെ കോപ്പി അവരുടെ പി സിയിൽ ഉണ്ടാവും. അപ്പൊ ഈ ഒരു എൻവിറോൺമെന്റിന് പറയുന്ന പേരാണ് ഡിസ്ട്രിബ്യൂട്ടഡ് വേർഷൻ കൺട്രോൾ സിസ്റ്റം. അപ്പൊ ഗിറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് വേർഷൻ കൺട്രോൾ സിസ്റ്റമാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞു സെൻട്രലൈസ്ഡ് എന്താ പറയാ വേർഷൻ കൺട്രോൾ സിസ്റ്റം. അതിനൊരു എക്സാമ്പിൾ മറ്റേ അപ്പാച്ചിന്റെ ഏതോ ഒരു സോഫ്റ്റ്വെയർ
അപ്പാച്ചി അപ്പാച്ചി എന്താ പറയുക, സെൻട്രലൈസ്ഡ് പേര് മറന്നുപോയി, സൂപ്പർ സെറ്റ് അപ്പാച്ചി സൂപ്പർ സെറ്റോ അങ്ങനെ എന്ത് സംഭവം ഉണ്ടായിരുന്നു. അതാണ് മറ്റേ സെൻട്രലൈസ്ഡ് വേർഷൻ യൂസ് ചെയ്യുന്നത്. അപ്പാച്ചി സെൻട്രലൈസ്ഡ്, ഒരു മിനിറ്റ്, സെൻട്രലൈസ്ഡ് റപ്പോ അങ്ങനെ എന്തെങ്കിലും ടൈപ്പ് ചെയ്താൽ അപ്പാച്ചി സബ് വേർഷൻ നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ ടൈപ്പ് ചെയ്താൽ കിട്ടും. അപ്പാച്ചി സബ് വെർഷൻ SVN അതായിരുന്നു മറ്റേ സെൻട്രലൈസ്ഡ് റെപ്പോസിറ്ററി. ഓക്കെ, അപ്പം അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആ ഏരിയ ഒക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യുക. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഗിറ്റബ് ആണ് യൂസ് ചെയ്യുന്നത് റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യാൻ. ഗിറ്റബിൽ പോലത്തെ സിമ്പിൾ UI വെച്ചിട്ട് നിങ്ങൾക്ക് റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് ബിറ്റ് ബക്കറ്റിലും ഗിറ്റ് ലാബിലും ഒക്കെ ആയാലും ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. അത് വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ യു നീഡ് എ ഗിറ്റബ് അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഗിറ്റബ് എന്ന് ടൈപ്പ് ചെയ്യാം, ഗൂഗിളിൽ എൻ്റർ അടിക്കുക. എന്നിട്ട് ഇവിടെ എന്താ പറയുക, ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ വരുന്നെങ്കിൽ സൈനപ്പ് ചെയ്യണം. നിങ്ങൾക്ക് ഗൂഗിൾ ജിമെയിലും വെച്ച് സൈനപ്പ് ചെയ്യാം, ആപ്പിളിൻ്റെ കോപ്പും വെച്ചിട്ട് എന്ത് ചെയ്യാം, സൈനപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഒരു ഹോം സ്ക്രീനിൽ എത്തും. ഇവിടെ ടോപ്പ് റൈറ്റ് കാണാൻ നിങ്ങളെ പ്രൊഫൈൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അതിൽ റെപ്പോസിറ്ററീസിലേക്ക് പോവുക. അതിൽ പോയി കഴിഞ്ഞാൽ ഇത് ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ച റെപ്പോസിറ്ററീസ് ആണ്. നിങ്ങൾ ഫസ്റ്റ് ടൈമാണ്, ഇത് ഉണ്ടാവില്ല. എന്നിട്ട് ഇവിടെ ന്യൂന്ന് കൊടുക്കുക. ന്യൂന്ന് കൊടുത്തതിന് ശേഷം ഇവിടെ റെപ്പോസിറ്ററി നെയിം നിങ്ങൾക്ക് കൊടുക്കാം. ഇപ്പോൾ ഞാൻ എന്താ പറയുക, ഒരു ന്യൂ റെപ്പോ എന്ന് കൊടുക്കും, ന്യൂ -റെപ്പോ. ഓക്കെ, ഇവിടെ റെപ്പോസിറ്ററി അവൈലബിലിറ്റി ഇല്ലേ, ഇത് ഗ്ലോബൽ അവൈലബിലിറ്റി അല്ല, നിങ്ങളുടെ അക്കൗണ്ടിൽ പർട്ടിക്കുലർ റെപ്പോസിറ്ററി ഉണ്ടോ ഇല്ലയോ എന്നാണ് അവർ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഡിസ്ക്രിപ്ഷൻ, എന്താണ് ഈ റെപ്പോസിറ്ററി ചെയ്യുന്നത്, വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഓക്കെ, എനിക്കിപ്പോൾ അതിലും ആഡ് ചെയ്യണമൊന്നുമില്ല. പിന്നെ ചൂസ് വിസിബിലിറ്റി, നിങ്ങൾക്ക് പബ്ലിക് റെപ്പോസിറ്ററി ഉണ്ടാക്കാം, പ്രൈവറ്റ് റെപ്പോസിറ്ററി ഉണ്ടാക്കാം. പബ്ലിക് റെപ്പോസിറ്ററി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രൊജക്റ്റ് എല്ലാവർക്കും ആക്സസിബിൾ ആണെങ്കിൽ നിങ്ങളത് പബ്ലിക് ആക്കുക, അല്ലെങ്കിൽ പ്രൈവറ്റ് ആക്കി വെക്കുക. ഓക്കെ, പിന്നെ ആഡ് റീഡ്മി ഞാൻ തൽക്കാലം ഇവിടെ ഓഫ് ആക്കി വെക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ലോക്കലിലുള്ള നിങ്ങളുടെ കോഡ് ഇതിലേക്ക് പുഷ് ചെയ്യുന്ന ഇതാണ് നെക്സ്റ്റ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആ ടൈമിൽ നിങ്ങൾക്ക് ഇത് എംപ്റ്റി റെപ്പോസിറ്ററി ഫസ്റ്റ് കണ്ടിട്ട് അതിലേക്ക് കോഡ് പുഷ് ചെയ്തതിനു ശേഷം അതെങ്ങനെയാണ് മാറുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഞാൻ ആഡ് റീഡ്മി കൊടുത്തു കഴിഞ്ഞാൽ ഒരു കമ്മിറ്റ് ക്രിയേറ്റ് ചെയ്യും, ഡമ്മി കമ്മിറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അത് സ്ട്രക്ചർ കംപ്ലീറ്റ് മാറും. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇപ്പോൾ ആഡ് റീഡ്മി ഓഫ് ആക്കി വെക്കുന്നു. റീഡ്മി എന്ന് പറഞ്ഞാൽ ആ പ്രൊജക്റ്റിനെ പറ്റി വേറെ ഒരാൾക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ നമ്മൾ കൊടുക്കും. അതിനാണ് റീഡ്മി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ git ignore അതെന്താണെന്ന് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഓക്കെ, അത് ഞാൻ ആഡ് ചെയ്യുന്നില്ല. ലൈസൻസ് ഒന്നും ചൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ക്രിയേറ്റ് റെപ്പോസിറ്ററി കൊടുക്കുക. ക്രിയേറ്റ് റെപ്പോസിറ്ററി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിതാ ഇങ്ങനെ ഒരു പേജിലേക്ക് പോകും. ഇവിടെ പറയുന്നുണ്ട് ക്വിക്ക് സെറ്റപ്പ്. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് ക്രിയേറ്റ് ന്യൂ റെപ്പോസിറ്ററി ഓൺ ദി കമാൻഡ് ലൈൻ അല്ലെങ്കിൽ പുഷ് എക്സിസ്റ്റിംഗ് റെപ്പോസിറ്ററി. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഈ വീഡിയോയിൽ പറഞ്ഞാൽ നിങ്ങൾ ഉറങ്ങും. ഓക്കെ, ഈ ഒരു കാര്യം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു എന്താ പറയുക, ഗിറ്റ് 2 ടൈപ്സ് ഓഫ് റെപ്പോസിറ്ററി ഉണ്ട്. ഡിസ്ട്രിബ്യൂട്ടഡ് വേർഷൻ കൺട്രോൾ സിസ്റ്റം ആയതുകൊണ്ട്. അപ്പോൾ അത് ഒന്നാമത്തെ റെപ്പോസിറ്ററിന്റെ പേരാണ് ലോക്കൽ റെപ്പോസിറ്ററി. രണ്ടാമത്തേതാണ് മറ്റേ ഇത് നിങ്ങളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു ലോക്കലും ഉണ്ടാവും, ഒരു റിമോട്ട് ഉണ്ടാവും. ഈ സെർവറിൽ ഉള്ളതിനാണ് റിമോട്ട് എന്ന് പറയുക. ഓക്കെ, അപ്പൊ ലോക്കൽ റെപ്പോസിറ്ററി നിങ്ങൾ എങ്ങനെയാ കാണുക എന്ന് വെച്ചാൽ ഗിറ്റ് ഇനീഷ്യലൈസേഷന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് മുമ്പ്. അത് നിങ്ങൾ പോയി കാണുക. അതിൽ നിങ്ങൾ ഗിറ്റ് ഇന്നിറ്റ് എന്ന് കൊടുക്കുന്ന സമയത്ത് .git എന്ന് പറഞ്ഞ ഡയറക്ടറി ക്രിയേറ്റ് ആവും. ആ പർട്ടിക്കുലർ പാത്തിൽ നിങ്ങൾ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് വർക്കിംഗ് ഡയറക്ടറിയിൽ .git എന്ന് പറഞ്ഞ ഒരു ഹിഡൻ ഫോൾഡർ ക്രിയേറ്റ് ആവും.
അതിനാണ് നിങ്ങൾ ലോക്കൽ റെപ്പോസിറ്ററി എന്ന് പറയുന്നത്. കാരണം ആ പ്രൊജക്ട് സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ ലോക്കലി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സേവ് ചെയ്യുന്നതും ഹാൻഡിൽ ചെയ്യുന്നതൊക്കെ അതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഫസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് പോയി കാണുക, അത് പോയി കണ്ടിട്ട് ഇങ്ങോട്ട് വരിക, അത് ഈടെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രേ പറയാനുള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഇത് ചെയ്യരുത് കേട്ടോ, ഇത് ചെയ്യുക. പിന്നെ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. വേറെന്താ പറയാൻ വിചാരിച്ചത്? ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എനിക്കറിയില്ല ഈ വീഡിയോസ് എല്ലാം മലയാളികളുടെ ഇടയിലേക്ക് തന്നെയാണോ പോകുന്നത് എനിക്കറിയില്ല. അതിപ്പോൾ അങ്ങനെ പോകുന്നില്ല എന്ന് എനിക്കറിയില്ല. ഞാൻ ആ അനലറ്റിക്സ് ഒന്നും നോക്കാറില്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട്. ഇത് വേണം എന്ന് ആഗ്രഹിക്കുന്നത്, ഗിറ്റ് വേണം എന്ന് ആഗ്രഹിക്കുന്നത്. കാരണം ഗിറ്റ് ഇല്ലാണ്ട് നിങ്ങൾക്ക് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആവാൻ പറ്റില്ല. ഇത് മസ്റ്റാണ്. അപ്പം ഇത് പഠിക്കുക. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റൊക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും സുലാൻ.